ജോഷുവ 19 അധ്യായം. ശിമെയോൻ. രണ്ടാമത്തെ നറുക്ക് ശിമെയോൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്കു വീണു. യൂദാ ഗോത്രത്തിൻ്റെ അതിർത്തിക്കുള്ളിലായിരുന്നു അവരുടെ ഓഹരി. അവർക്കു ലഭിച്ച പ്രദേശങ്ങൾ ഇവയാണ്: ബേർഷബ, ഷേബ, മൊളാദ, ഹാസർ, ഷുവാൽ, ബാല, ഏസെ, എദ്ലോലാദ്, ബദൂൽ, ഹോർമ, സിക്ലാഗ്, ബത്മാർ കബോത്ത്, ഹാസാർ, സൂസ, ബത്ലെബാവോത്ത്, ഷെരുഹെൻ എന്നീ 13 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. അയിൻ, റിമ്മോൺ, എത്തർ, ആഷാൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ബാലാത്ബേർ നെഗബിലെ റാമ വരെയുള്ള ഈ പട്ടണങ്ങളും അവയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ശിമെയോൻ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശമാണിത്. ശിമെയോൻ ഗോത്രത്തിൻ്റെ അവകാശം യൂദായുടെ ദേശത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. യൂദാ ഗോത്രത്തിൻ്റെ ഓഹരി വളരെ വലുതായിരുന്നതിനാലാണ് അവരുടെ അതിർത്തിക്കുള്ളിൽ ശിമെയോൻ ഗോത്രത്തിന് അവകാശം ലഭിച്ചത്. സെബുലൂൺ. സെബുലൂൺ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് മൂന്നാമത്തെ നറുക്കു വീണു. അവരുടെ അതിർത്തി സാരിദ് വരെ നീണ്ടുകിടക്കുന്നു. അവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് നീങ്ങി മാറയാലിൽ എത്തി ദാബേഷത്ത് വരെ ചെന്ന് യോക്നെയാമിന് കിഴക്കുള്ള അരുവി വരെ എത്തുന്നു. സാരിദിൽ നിന്ന് കിഴക്കോട്ടുള്ള അതിർത്തി ക്രിസ്ലോത്ത് താബോറിൻ്റെ അതിർത്തിയിലെത്തുന്നു. അവിടെ നിന്ന് ദബറാത്തിലേക്കും തുടർന്ന് യാഫിയ വരെയും എത്തുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് പോയി ഗത്ത് ഹേഫറിലും എത്കാസീനിലും എത്തി റിമ്മോണിലൂടെ നേയായുടെ നേരെ തിരിയുന്നു. വീണ്ടും വടക്ക് ഹന്നോത്തിനിലേക്ക് തിരിഞ്ഞ് ഇഫ്താഫേൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹലാൽ, ഷിമ്രോൺ, യിദാല, ബെത്ലഹേം എന്നിവ ഉൾപ്പെടെ ആകെ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമാണ് സെബുലൂൺ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ചത്. ഇസാക്കർ. ഇസാക്കർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നാലാമത്തെ നറുക്കു വീണു. അവരുടെ പ്രദേശങ്ങൾ ജസ്രേൽ, കെസ്ലോത്ത് ഷൂനം, ഹഫാരായിം, ഷിയോൻ, അനാഹരത്ത്, റബീത്ത്, കിഷിയോൻ, ഏബസ്, റേമത്ത്, എൻഗന്നീം, എൻഹദ്ദ, ബത്പാസസ് എന്നിവയായിരുന്നു. ഇതിൻ്റെ അതിർത്തി താബോർ, ഷാഹസുമ, ബത്ഷമഷ് എന്നിവിടങ്ങളിൽ എത്തി ജോർദാനിൽ അവസാനിക്കുന്നു. അങ്ങനെ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ആഷേർ. ആഷേർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 5ാമത്തെ നറുക്കു വീണു. അവരുടെ ദേശം താഴെ പറയുന്നവയാണ്: ഹെൽക്കത്ത്, ഹലി, ബദേൻ, അക്ഷാഫ്, അല്ലാം മെലക്, അമാദ്, മിഷാൽ. അതിർത്തി പടിഞ്ഞാറ് കാർമലും ഷിഹോർ ലിബ്നത്തും സ്പർശിക്കുന്നു. അത് കിഴക്കോട്ട് ബദ്ദാഗോനിലേക്ക് പോയി നെയ്യേലിനും ബത്ത് എമേക്കിനും വടക്ക് യിപ്താഹേൽ താഴ്വരയും സെബുലൂണും സ്പർശിക്കുന്നു. വീണ്ടും വടക്കോട്ട് പോയി കാബൂൽ, എബ്രേൺ, റഹോബ്, ഹമ്മോൻ, കാന എന്നിവിടങ്ങളിലൂടെ മഹാനഗരമായ സീദോനിലെത്തുന്നു. പിന്നീട് അത് റാമായിൽ കോട്ടകളാൽ ചുറ്റപ്പെട്ട ടയർ പട്ടണത്തിലെത്തി ഹോസായിലേക്ക് തിരിഞ്ഞ് കടൽ വരെ എത്തുന്നു. മഹ്ലാബ്, അക്സീബ്, ഉമ്മ, അഫേക്ക്, റഹോബ് ഇവയുൾപ്പെടെ 22 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. നഫ്താലി. നഫ്താലി ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 6ാമത്തെ നറുക്കു വീണു. അവരുടെ അതിർത്തി ഹേലഫിൽ സനാമിനിലെ ഓക്കുവൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് തുടങ്ങി
അദാമിനെക്കബ്, യബ്നേൽ എന്നിവിടങ്ങളിലൂടെ ലാക്കും കടന്ന് ജോർദാനിൽ എത്തുന്നു. അവിടെ നിന്ന് പശ്ചിമഭാഗത്തുള്ള അസ്നോത്ത് തബോറിലേക്ക് തിരിഞ്ഞ് ഹുക്കോക്കിലെത്തി തെക്ക് സെബുലൂണിനെയും പടിഞ്ഞാറ് ആഷേറിനെയും കിഴക്ക് ജോർദാന് സമീപം യൂദായെയും തൊട്ടുകിടക്കുന്നു. കോട്ടയുള്ള പട്ടണങ്ങൾ സിദ്ദിം, സേർ, ഹമ്മത്ത, റാക്കദ്, കിന്നെരോത്ത്, ദമ, റാമ, ഹാസോർ, കേദഷ്, എദ്രേയി, എൻഹാസോർ, ഈറോൺ, മിഗ്ദലേൽ, ഹോറം, ബത്ത് അനാത്ത്, ബട്ട് ഷമെഷ് എന്നിവയാണ്. അങ്ങനെ ആകെ 19 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. നഫ്താലി ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും അവയുടെ ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ദാൻ. ദാനിൻ്റെ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 7ാമത്തെ നറുക്കുവീണു. അവരുടെ അവകാശം താഴെ പറയുന്നതാണ്: സോറ, എഷ്താവോൽ, ഈർഷമഷ്, ഷാലാഭിൻ, അയ്യാലോൻ, ഇത്ല, ഏലോൻ, തിമ്ന, എക്രോൺ, എൽതെക്കെ, ഗിബത്തോൻ, ബാലത്ത്, യേഹുദ്, ബനെ ബറക്, ഗത്രിമ്മോൺ, ജോപ്പായ്ക്ക് എതിർവശത്ത് കിടക്കുന്ന പ്രദേശവും മേയാർക്കോൻ, റാക്കോൽ എന്നിവയും. തങ്ങളുടെ ദേശം നഷ്ടപ്പെട്ടപ്പോൾ ദാൻ ഗോത്രം ലഷമിനെതിരെ യുദ്ധം ചെയ്തു. അത് പിടിച്ചടക്കി. അവരെ നശിപ്പിച്ച് അത് സ്വന്തമാക്കി അവിടെ വാസമുറപ്പിച്ചു. പൂർവ്വപിതാവായ ദാനിൻ്റെ ഓർമ്മ നിലനിർത്താൻ ലേഷമിന് ദാൻ എന്നു പേരിട്ടു. ദാൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവകാശമായി ലഭിച്ചു. ഈ സ്ഥലമെല്ലാം അവകാശമായി വീതിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ നൂനിൻ്റെ മകനായ ജോഷുവയ്ക്ക് തങ്ങളുടെ ഇടയിൽ ഒരു ഭാഗം അവകാശമായി കൊടുത്തു. അവൻ ചോദിച്ച എഫ്രായിമിൻ്റെ മലമ്പ്രദേശത്തുള്ള തിമ്നത്ത് സേര പട്ടണം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവന് കൊടുത്തു. അവൻ ആ പട്ടണം പുതുക്കി പണിത് അവിടെ വാസമുറപ്പിച്ചു. പുരോഹിതനായ എലയാസറും നൂനിൻ്റെ മകനായ ജോഷുവയും ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്രത്തലവന്മാരും ഷീലോയിൽ സമാഗമ കൂടാരത്തിൻ്റെ കവാടത്തിൽ കർത്താവിൻ്റെ മുൻപിൽ വച്ച് വീതിച്ചു കൊടുത്ത അവകാശങ്ങളാണിവ. അങ്ങനെ അവർ ദേശവിഭജനം പൂർത്തിയാക്കി. കർത്താവിൻ്റെ വചനം.